ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നിതാ പുലർച്ചെ 5 മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോള് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ട് അവരെങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നീറ്റ പാടെ നേരെ കിച്ചണിൽ ചെന്നിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചോറിന് വെള്ളം വെച്ചാലാണ് സ്കൂളിലൊക്കെ പോകാനാകുമ്പോഴത്തേക്കും ചോറൊക്കെ റെഡിയായി കിട്ടുക കേട്ടോ. അത് റേഷൻ പീടിയിലെ അരിയാണെന്നുണ്ടെങ്കിൽ സാവകാശം ഇട്ടാൽ മതി. പക്ഷേ നമ്മൾ ഈ കുറുവ ജയ അങ്ങനത്തെ അരികളൊക്കെ ഉണ്ടല്ലോ, വെന്ത് കിട്ടാത്ത ആ അരി നമ്മൾ രാവിലെ നീറ്റ പാടെ വന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് പോകലാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നമ്മളത് ഒരു 10-15 മിനിറ്റ് തളിച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ മക്കൾക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ അതേപോലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മൾ അരിയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ സമയം ഓത്തും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് നേരത്തേക്ക് നീക്കാൻ നോക്കുക. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പരാതി, നമ്മളെ പണി തീരുന്നില്ല, നമ്മളെപ്പോഴും അടുക്കളയിൽ കിടന്നിട്ട് പെടാപ്പാട് പെടുകയാണ്, എത്ര എടുത്തിട്ടും തീരുന്നില്ല, കിച്ചണത്തെ പണി തീരുന്നില്ല. നമ്മൾ പതിവായി പറയുന്ന കാര്യങ്ങളാണല്ലേ, നമ്മളെ പണിയൊന്നും തീരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും തന്നെ ഫ്രീ ടൈമും കുറച്ച് സമയം മൊബൈൽ നോക്കാനോ ഖുർആൻ ഓതാനോ ടി വി കാണാനോ നമുക്ക് എന്താ ഇഷ്ടം അതേപോലെ ചെയ്യാനുള്ള ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിത് ആ ചോറവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം തന്നെ രാവിലത്തെ ചായക്കുള്ള കടിയൊക്കെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ പണി ഒരുങ്ങണമെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒരു 1.5-2 മണിക്കൂർ നമ്മൾ കിച്ചണിൽ നല്ലോണം ഒന്ന് പരിശ്രമിക്കുക തന്നെ വേണം കേട്ടോ. എന്നാലാണ് എല്ലാവരുടെ പണി, എൻ്റേത് നല്ല എല്ലാവരുടെ പണിയും തീരുക. നമ്മൾ ഒന്നെടുത്തിട്ട് പിന്നെ കുറേ സമയം മൊബൈൽ നോക്കുക, കുറേ സമയം അങ്ങോട്ടും നടക്കുക, അങ്ങനെ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ പണിയൊക്കെ വൈകി പോവുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടോ നമുക്ക് പണിയൊക്കെ തീരണം, നമുക്ക് കുറച്ച് സമയം എന്തായാലും നമ്മൾക്ക് നമ്മളതായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്തണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പിന്നെ കടി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചോറ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കടിൻ്റെ കാര്യങ്ങളും ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മട്ടരി ഉണ്ടല്ലോ, നമ്മൾ റേഷൻ പീടിയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയത് മട്ടരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകി ഞാൻ പത്തിരിക്കൊക്കെ പൊടിക്കുമല്ലോ നൈസായിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് പത്തിരി, നൂൽപുട്ട് ഇതൊക്കെ ചുട്ടാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊടിയൊക്കെ പൊടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഞാൻ ചുടുവെള്ളത്തിൽ നല്ലോണം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണ്ട കുഴച്ചെടുക്കാൻ. പിന്നെ ചൂടാറിന് ശേഷം നല്ലോണം കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതിലെടുത്തിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റും റെഡ് കളറുള്ള നമ്മളെ നൂൽപുട്ട് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും മട്ടരിയൊക്കെ ചിലർക്ക് ചോറ് കഴിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനത്തെ ഒരു നമ്മൾ റേഷൻ പീടിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പൊടിച്ച് വെച്ച് നോക്കും കേട്ടോ. പത്തിരി, നൂൽപുട്ട് ഇവയൊക്കെ ഉണ്ടാക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ലോണം കുതിർത്ത് നല്ല ഉണക്കി പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ നല്ലോണം കുതിർത്ത് പൊടിക്കുമല്ലോ, അതേപോലെ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കൊണ്ടു, നിങ്ങൾക്കും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ നൂൽപുട്ടാണ് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അതിലേക്കുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ട കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ടേൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് വേണ്ട ചെറിയ കൂട്ടാൻ, നമ്മുടെ ഉപ്പേരി, കറി, അങ്ങനെ നിർത്താതെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. നമ്മൾ ചെയ്യണ കാര്യം നമ്മൾ എന്തായാലും ഇത് എത്ര വൈകിയാലും നമ്മൾ അതൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ പുലർച്ചെ എണീക്കാൻ നോക്കുക കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ എണീക്കാൻ നോക്കുക. കാരണം രാത്രി നേരത്തെ ഉറങ്ങിയാലാണ് നമുക്ക് പുലർച്ചെ എണീക്കാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. പക്ഷേ നമ്മൾ കിടക്കുമ്പോൾ ഇത്തിരി വൈകലുണ്ട്, എന്നാലും വേണ്ടില്ല നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ പകൽ ആ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ ഉറങ്ങിയിട്ട് ആ സമയം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റിയെടുക്കണം കേട്ടോ. കാരണം നമ്മൾ 24 മണിക്കൂറും പണിയെടുത്ത് നമ്മളങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നത് നമ്മൾ അറിയാതെ പോകും. അപ്പോൾ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ടൈം കണ്ടെത്താൻ നോക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഓരോ പണികളായിട്ടും ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ രാത്രി തന്നെ റെഡിയാക്കി വെക്കട്ടോ. തീരെ സ്പീഡില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ രാത്രി തന്നെ അരിഞ്ഞ് കഷ്ണങ്ങളൊക്കെ എടുത്തു വെക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ പാടെ നമ്മൾ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞിട്ട് അതും കട്ടാക്കി വെക്കുന്നുണ്ട്. മക്കൾക്ക് വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടോ മോൾക്ക് സ്കൂൾക്ക്. അപ്പോൾ അവൾക്ക് അതുണ്ട്, മറ്റേ മക്കൾക്ക് കിഴങ്ങ് ഫ്രൈ ആക്കുന്നുണ്ട്. അങ്ങനെ പലർക്കും പല വിധമാണ് കേട്ടോ. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളതങ്ങനെ അതിൻ്റെ വൈക്ക് റെഡിയായി കിട്ടും. നമുക്ക് ഏറ്റവും പണിയായി വരുന്നത് നമ്മൾ കറി ഉണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം
വേഗം തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ചായ പരിപാടി, ഉപ്പേരി അങ്ങനത്തെ ഒക്കെ റെഡി ആയിട്ട് മക്കളെ കൂട്ടാൻ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് മീൻ മുളകിട്ട് വെക്കുന്നുണ്ടോ. അപ്പോൾ മുളകിടാൻ കാരണം ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിലേക്കും പാടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ മനസ്സിൽ പല കണക്കൂട്ടലായിരിക്കും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ എന്താ ടൈം ഉണ്ടായിക്കോളും, ഇങ്ങനത്തെ ചെയ്താൽ അങ്ങനെ ആയിക്കോളും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ ഇതാ നല്ലൊരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഉലുവ പൊട്ടിച്ചെടുക്കുക, വേപ്പിൻ്റെ ഇടുക, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി നല്ലോണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടല്ല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്നും ഇങ്ങോട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ പുളി പാർന്ന് കൊടുക്കുക. അത് നല്ലോണം തിളച്ച് വരുമ്പോൾ മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയ മീൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ മീൻ കറിയിൽ കൂടുതലൊക്കെ വേണ്ടവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, നല്ല കുറവ് വേണ്ടവർ അങ്ങനെ ചെയ്തെടുക്കുക. ഏതായാലും സൂപ്പറാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. നല്ല കുറുകിയ മീൻ കറിയാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് തളിച്ച് കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ തീർത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ചെയ്യേണ്ടത്, ഈ സമയത്ത് ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ പോകുമ്പോഴത്തേക്കും നമ്മളെ ഈ പരിപാടികൾ തീർക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. 8:30 ആകുമ്പോഴത്തേക്കും ലുല്ല പോവും, 8:30 8:45 ആകുമ്പോഴത്തേക്കും ലുല്ല പോകും കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്കും മദ്രസ വിട്ട് വരുമ്പോഴത്തേക്കും പണി കഴിഞ്ഞാൽ പിന്നെ അവളെ ഒരുക്കാനും പിടിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും കേട്ടോ. നമ്മൾ ചില സമയത്ത് നമ്മൾ മക്കളൊക്കെ തന്നെ മദ്രസ വിട്ട് വരുമ്പോൾ അവരെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കാനോ അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ഉമ്മമാർക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല. പഴയ പോലെ തന്നെയാണ് ടൈമിനൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ നമ്മളെ പണികൾക്കാണ് കേട്ടോ മാറ്റം വന്നത്. പണ്ടത്തെ ആളുകൾ പറയും അവർക്ക് ഇത്രത്തൊന്നും പണി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ കൂടുതൽ സമയം വീടിൻ്റെ വൃത്തിയാക്കൽ അങ്ങനത്തെ പണിയിൽ മുഴുകിയതുകൊണ്ടിരിക്കും. പിന്നെ മെഷീനറികളൊക്കെ ഇപ്രാവശ്യം കൂടുതലാണ്, ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. എന്നാലും പണി നമ്മളിത് കഴിയാൻ വൈകിയിട്ടുമാണ് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ പറയും ഒന്നും ഇല്ലാത്ത കാലത്താണ് ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തിരുന്നത് എന്നൊക്കെ. പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം ഇത്രയും എല്ലാ കാര്യത്തിനും മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമ്മളെ പണി എന്താ ഇത്രത്തോളം വൈകി പോണത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോകട്ടോ. അപ്പോൾ എന്തായാലും അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം നമുക്ക് ടൈമൊക്കെ കണ്ടെത്തിയിട്ട് നമ്മുടെ പണികളൊക്കെ അതിനനുസരിച്ച് ചെയ്യാൻ നോക്കട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണ്ട, വീട് വൃത്തിയാക്കണ്ട എന്നൊന്നും അല്ല കേട്ടോ. എല്ലാ കാര്യത്തിനും ഒരു ടൈം അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യുക. എന്നാലാണ് നമുക്കും തന്നെ നമ്മളതായിട്ടുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടോ. ഈ ഇക്കമാരൊക്കെ ഫുഡിനൊക്കെ വരുമ്പോൾ അവർ വരുമ്പോഴത്തേക്കും ജോലികളൊക്കെ തീർക്കാൻ ശ്രമിക്കുക. കാരണം അവരും തന്നെ ക്ഷീണിച്ച് വരുമ്പോൾ നമ്മളെ പണികളും നമ്മളെ ക്ഷീണം ഒക്കെ കാണുമ്പോൾ അവർക്കും ആകെപ്പാടെ എന്തോ പോലെ തോന്നും. അപ്പോൾ അവർ വരുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ജോലികൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. അത് നമ്മൾ ഇത്തിരി നേരത്തെ നീക്കാന്നുള്ളതാണ് ഏക കാര്യം കേട്ടോ. കാരണം നമ്മൾ വൈകി നീക്കുമ്പോഴാണ് നമ്മളെ പണികളും തന്നെ നീണ്ട് പോവുക. അതിനനുസരിച്ച് നമ്മൾ ഒരു മണിക്കൂർ നീക്കുന്നതിനേക്കാൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുന്നേ നീച്ചിട്ട് നമ്മളെ ടൈം കുറച്ചിങ്ങോട്ട് മുന്നിക്കാക്കി വെച്ചാൽ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്കും തന്നെ 8-8:30 ആകുമ്പോഴത്തേക്കും നമ്മളെ പണികളൊക്കെ കഴിയാം. ജോലിക്ക് പോകുന്നവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യണം. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അവർ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ഒരുക്കിയിട്ട് ജോലിക്ക് പോകുകയെന്നില്ല കേട്ടോ. കാരണം നമ്മളെ കയ്യിലാണ് നമ്മളെ ടൈമും നമ്മളെ കൺട്രോളും ഒക്കെ കേട്ടോ. കാരണം വീട്ടുപണി എന്നുള്ളത് നമ്മൾ എന്തായാലും എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ടൈം നേരത്തെ ആക്കിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കൂടുതൽ സമയം നമ്മൾ നമുക്കായിട്ട് ജീവിക്കാൻ നോക്കുക. 24 മണിക്കൂറും വീട് ക്ലീനിങ് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് നിന്നാൽ അതങ്ങനെ നീണ്ടു പോകുകയെന്നുള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കാര്യത്തിനും ടൈമോ സന്തോഷമോ ഒന്നും ലഭിക്കാതെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തി അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഓരോ പണികളും ചെയ്ത് നോക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് തീർക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്